ശരീര ആസ്വാദനത്തിന് വേണ്ടി ഇന്ദ്രിയ ആസ്വാദനത്തിന് പ്രവർത്തിക്കുന്നതിലൂടെ ഒരു ജീവാത്മാവ് മറന്നു പോകുന്നു ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന്. അങ്ങനെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി പരിശ്രമിച്ച് തൃപ്തി വരുന്ന രീതിയിൽ ആസ്വാദനം ലഭിക്കാത്തത് കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മടുത്തിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് മോക്ഷത്തിനായിട്ട് ആഗ്രഹിക്കും. ചില സമയത്ത് ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി ഇനിയും കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇത് രണ്ടും മായയാണ്. ആസ്വാദനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ ആസ്വദിച്ച് കഷ്ടപ്പെട്ടിട്ടും തൃപ്തി വരാതെ മടുത്തിട്ട് അതെല്ലാം ഉപേക്ഷിക്കുന്നവരും രണ്ടുപേരും മായയിലാണ്. രാഗം, ദ്വേഷം. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും ഭക്തിയല്ല. ചില വ്യക്തികൾ സ്വാമിയായിട്ടൊക്കെ നടക്കും, വലിയ വലിയ തത്വങ്ങളൊക്കെ പറയും. അവരുടെ ഒരു സിദ്ധാന്തം അനുസരിച്ച് ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ ദുഃഖമാണ്, ഞാൻ കുറെ കഷ്ടപ്പെട്ടു, ഇതിലൊന്നും ഒരു കാര്യമില്ല, എത്ര സുഖങ്ങളുടെ പുറകെ പോയാലും നമുക്കൊന്നും കിട്ടത്തില്ല. അന്നേരം അത് സുഖം കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ആധ്യാത്മികതയിൽ വന്ന വ്യക്തികൾ. അത് യഥാർത്ഥ ആധ്യാത്മികതയല്ല. ക്ലിയർ ആവുന്നുണ്ടോ? സുഖത്തിന്റെ പുറകെ ഓടുന്നവരും സുഖത്തിന്റെ പുറകെ പോയി മടുത്തിട്ട് സുഖത്തിനെ കുറിച്ചുള്ള താല്പര്യം വിടുന്നവരും, ഇത് രണ്ടുപേരും ആധ്യാത്മികതയല്ല. ഇവർ രണ്ടുപേരും മായയിലാണ്.